അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിനുവേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇക്കാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. പെരിന്തൽമണ്ണ MES ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ പെരിന്തൽമണ്ണ MES ഹോസ്പിറ്റലിലും അരവിന്ദ് ഹോസ്പിറ്റലിലും കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിൽ പോകണ അത് രണ്ടും കൂടി ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകളും വീഡിയോസ് കാണുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. പിന്നെ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള പരിശോധനയും കാര്യങ്ങളും പിന്നെ ഡോക്ടറിൻ്റെ പറഞ്ഞ് എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്നത് പെരിന്തൽമണ്ണ ആ ഭാഗത്തേക്ക് പോകുന്നിടത്ത് നല്ല കൃഷി കപ്പ, വാഴ അങ്ങനെയൊക്കെ നല്ല കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതൊക്കെ ഞാനൊന്നൊരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഈ പോകുന്ന ഭാഗങ്ങളിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല പച്ചപ്പ് നിറഞ്ഞൊരു ഏരിയയാണ്. പിന്നെ റോഡൊക്കെ ഭയങ്കര മോശമാണ് ആ ഭാഗങ്ങളിലൊക്കെ കേട്ടോ. ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഓട്ടോറിക്ഷയിലും കൂടി ആകുമ്പോൾ ഇങ്ങനെ നല്ല കുത്തി കുലുങ്ങിയിട്ട് അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ അതാ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ MES ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അങ്ങോട്ടാണ് നമ്മൾ ഫസ്റ്റ് പോയത്. അവിടെ പോയതിന് ശേഷം പിന്നെയാണ് കോയമ്പത്തൂരിലേക്ക് പോകാനുള്ള ഡേറ്റ് അതിന് ശേഷമായിരുന്നു. അപ്പോൾ ഇവിടെ പോയിട്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും ഇവിടുന്ന് കുറേ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് എങ്ങനെയൊക്കെ നമുക്ക് കാണാം. ഹോസ്പിറ്റലിൽ കവാടം ഇങ്ങനെ കയറി വരുന്നിടത്ത് നല്ല ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ചെടി പറയുമ്പോൾ പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കണ്ണ് ഡോക്ടർ ഉള്ളത് കേട്ടോ, ഐ ഡോക്ടർ ഉള്ളത്. അപ്പോൾ കണ്ണ് ഡോക്ടറാണ് നമ്മളോട് ഫസ്റ്റ് ചെല്ലാൻ പറയുന്നത്. ന്യൂറോനെ അവിടെ കാണിക്കണ്ടേ, അന്ന് നമുക്ക് ന്യൂറോനെയും കാണിക്കണം കണ്ണ് ഡോക്ടറെയും കാണിക്കണം എന്ന് പറഞ്ഞിട്ട് 2 ഡോക്ടറും കൂടി ഉള്ള ഒരു ദിവസത്തേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ ഇക്കാക്ക് കൈക്ക് ഒരു തരിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി ന്യൂറോനെ കാണിക്കാമെന്നുള്ളതിലാണ് നമ്മൾ പോയത്. ഇപ്പോൾ ഇതാ കണ്ണ് ഇത് ഓരോരോ റൂമിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അവിടത്തൊക്കെ കുറേ ചെയ്തിട്ട് പിന്നെ ഇക്ക അവിടെ വന്ന് ഇക്കാനോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഡോക്ടർമാർ അവിടെ വന്നിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്യുമായിരുന്നു. പുറത്ത് നമ്മൾ പുറത്തല്ല, ഡോക്ടർ ഇരിക്കണതിൻ്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുമല്ലോ, ആ ഒരു ഭാഗത്തേക്ക് ഇരിക്കുമ്പോൾ ഡോക്ടർമാർ അവിടെ വന്നിട്ടും കൂടി കണ്ണിൻ്റെ ടെസ്റ്റ് ഓരോന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ 2 കണ്ടിരുന്നത്, ഒരാളെ 2 കണ്ടിരുന്നത്. അത് ഇപ്പം കുറേ മാറ്റം വന്നിട്ട് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അതിന് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മൊത്തത്തിലൊരു കലങ്ങിയിട്ട് അങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞരമ്പിന് ബ്ലോക്ക് വന്നതാണല്ലോ, തലച്ചോറിൽ നിന്നുള്ള ഞരമ്പിനാണ് തലച്ചോറിൽ നിന്ന് വരുന്ന ഞരമ്പാണ് കണ്ണിലേക്കുള്ള ഞരമ്പ്, അതാണ് ബ്ലോക്കായിട്ടുള്ളത്. അപ്പോൾ അത് പിന്നെ ക്ലിയർ ആവുമ്പോൾ ബ്ലഡ് കട്ടായതുണ്ടല്ലോ അത് പിന്നെ മൊത്തത്തിൽ നീങ്ങി പോകുമ്പോൾ ക്ലിയർ ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കണ്ണ് ഡോക്ടറെ ഇക്കാക്ക് രാവിലെയും വൈകുന്നേരം ഒരു കുറച്ച് പ്രശ്നം കൂടുതലാണ് കാഴ്ചക്ക്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഞരമ്പിൻ്റെ ഡോക്ടറെയും കൂടി ഒന്ന് കാണിക്കാമെന്ന്. കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ല അൽഹംദുലില്ലാ. പിന്നെ ഈ ബ്ലോക്ക് വന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ് ഉള്ളത്. അപ്പോൾ അതാണ് ഇപ്പം പിന്നെ ഈ ഡോക്ടർ രാവിലെയും വൈകുന്നേരം കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ന്യൂറോനെ ആദ്യം തന്നെ ഞങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ന്യൂറോനെ കാണിച്ചോളിന്ന് പറഞ്ഞപ്പോൾ ന്യൂറോനെ കാണിച്ചപ്പോൾ ന്യൂറോ പറഞ്ഞത് നമ്മളെ മസിൽസിന് തേയ്മാനം വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം രാവിലെയും പകലും ചിലപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊരു പ്രശ്നം നമുക്ക് കാഴ്ചക്ക് ഒരു മങ്ങലുണ്ടാവും. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഷോക്ക് അടുപ്പിച്ചിട്ടുള്ളൊരു ടെസ്റ്റ് ചെയ്ത് അതിനാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത് കണ്ട ഒരു വീഡിയോയിൽ. അപ്പോൾ ഞാനവിടെ നിന്ന് വീഡിയോ എടുത്തപ്പോൾ അവർ എന്നെ വേഗം ഇക്കാക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഇത് ഓരോ ടെസ്റ്റൊക്കെ അല്ലേ, അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല, പുറത്തേക്ക് പോകണം എന്നു പിന്നെ പുറത്താക്കിയിട്ട് അവിടെ നിന്ന്. അപ്പോൾ അത് ആ ഒരു ടെസ്റ്റ് അത് എർത്ത് പിടിപ്പിച്ചിട്ടുള്ള എല്ലാ മസിൽസിനും എർത്ത് പിടിപ്പിച്ചിട്ടുള്ളൊരു ടെസ്റ്റായിരുന്നു. അപ്പോൾ അത് ചെയ്തപ്പോൾ അതിലും കുഴപ്പമൊന്നുമില്ല, നോർമലാണ്. ഡോക്ടറിന് 1 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പോൾ അവിടുന്ന് പിന്നെ ബ്ലോക്കിനുള്ള ആ ഒരു ഗുളിക മാത്രമേ ഉള്ളായിരുന്നു, അത് കുടിച്ചിട്ട് ഇനി 1 മാസം കഴിഞ്ഞാൽ ചെല്ലാൻ പറഞ്ഞു. പിന്നെ കണ്ണിൻ്റെ ഡോക്ടർ അവിടുന്ന് പ്രത്യേകിച്ച് നമ്മൾക്ക് മരുന്നൊന്നും എഴുതി തന്നിട്ടില്ല കേട്ടോ. നമ്മൾ പിന്നെ കോയമ്പത്തൂർ അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ അരവിന്ദിൽ പോയി കാണിക്കാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അരവിന്ദിൽ ആ മരുന്നുണ്ടല്ലോ അതിന് കഴിച്ചാൽ മതി, പിന്നെ ഇവിടുന്ന് ന്യൂറോ തരുന്ന ആ ഒരു മരുന്നും കൂടി കഴിച്ചാൽ മതി എന്നുണ്ട്. പിന്നെ കണ്ണ് ഡോക്ടർ മരുന്നൊന്നും എഴുതിയില്ല. അങ്ങനെ അവിടെ നമ്മളൊക്കെ കാണിച്ച് ഡോക്ടറൊക്കെ പറഞ്ഞ വിവരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ തിരിച്ചിറങ്ങുകയാണ്.
ഇപ്പോൾ അവിടുന്ന് കണ്ണിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തിരുന്നല്ലോ, അതും പിന്നെ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തതിലൊക്കെ ഇപ്പോൾ നല്ല കുറവ് തന്നെയാണ്, മാറ്റം നന്നായിട്ടുണ്ട് അൽഹംദുലില്ലാ. പിന്നെന്താ, അപ്പോൾ അവിടുന്ന് വന്നിട്ട് പിന്നെ ഇനി അടുത്തത് ഇനി കോയമ്പത്തൂരിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ അവിടുന്ന് പിന്നെ ഈ ടെസ്റ്റുകളൊക്കെ ഡോക്ടർക്കാർ സംശയം കൊണ്ടാണ് മസിൽസിൻ്റെ ആ ഒരു ടെസ്റ്റും കൂടി ചെയ്തത്, അല്ലാതെ വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. പിന്നെ ആ ബ്ലോക്ക് അത് ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് പോയ അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു 3 മാസമാണ് കണക്ക് എന്നുള്ളത്. അപ്പോൾ ആ 3 മാസമായാൽ റെഡി ആവുണ്ടോ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 2 മാസം കഴിഞ്ഞ് കേട്ടോ, 2 മാസമായപ്പോഴത്തേന് തന്നെ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലേന്ന് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കണ്ണ് ഡോക്ടർ പിന്നെ മറ്റേ എന്താ ന്യൂറോനെയൊക്കെ കാണിച്ച് വന്നപ്പോഴത്തേനും ഈ ടെസ്റ്റുകളിനൊക്കെ കുറേ ടൈം അവിടെ നിന്നിരുന്നു. പിന്നെ നമ്മൾ എത്തിയപ്പോഴത്തേനും തിരിച്ച് വരുമ്പോൾ 5 മണി ആ ഒരു ടൈമായിട്ടാണ്. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു, വേറെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ നല്ല 5 മണിയായപ്പോഴത്തേന് പിന്നെ നമ്മളാകെ ക്ഷീണിച്ച് തന്നു, ഫുഡൊന്നും കഴിക്കാതെ. അപ്പോൾ നമ്മൾ വരുന്ന സ്ഥലത്ത് തന്നെ നല്ലൊരു തട്ടുകട ഉണ്ടായിരുന്നു, ബിസ്മി പറഞ്ഞിട്ട്, അവിടെ കയറി. അപ്പോൾ 5 മണി വരെ ടൈം ആയാലും എന്നാലും ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നിട്ട് പിന്നെ നമ്മൾ പൊറോട്ടയും കറിയൊക്കെ കഴിച്ച് അവിടെ ലൈവായിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാതും ഫുഡൊക്കെ ഇങ്ങനെ അവിടെ തന്നെ നമുക്ക് കാണാം അവരുണ്ടാക്കുന്നത് കേട്ടോ. ചപ്പാത്തിയും പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ അങ്ങനെ അവർ എല്ലാതും ചിക്കൻ ഫ്രൈയും ഒക്കെ അവരുണ്ടാക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ബീഫും ചിക്കനും പിന്നെന്താ ബോട്ടി ഉണ്ടല്ലോ അതും അങ്ങനെ വാങ്ങിയത്. അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോകും. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ റോഡ് സൈഡിൽ തന്നെയാണ്, പെരിന്തൽമണ്ണന്ന് വരുന്ന ഭാഗത്ത് തന്നെയാണ് അത് കേട്ടോ. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ നമ്മൾക്ക് കുറേ ഇപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും കൂടി അറിയാം, അവർ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അവർക്കും കൂടി അറിയാനാണ് ഇപ്പോൾ ഞാനത് പറയുന്നത്. ഇക്ക ഗൾഫിലാണ്, ദുബായിൽ റാസൽ ഖൈമയിലാണ്. അപ്പോൾ അവിടുന്ന് പെട്ടെന്നൊരു തലവേദന വന്നിട്ട് വന്നതാണ്. നമ്മളെ പെരുന്നാൾ, വലിയ പെരുന്നാൾ ഇപ്പോൾ കഴിഞ്ഞില്ലേ, വലിയ പെരുന്നാൾ, ആ പെരുന്നാളിന് അന്ന് തലവേദന വന്നതാണ്. അങ്ങനെ തലച്ചോറിന്ന് കണ്ണിലേക്കുള്ള ഞരമ്പിന് ബ്ലോക്ക് വന്നതാണ്. അങ്ങനെ അവിടെ കാണിച്ചിട്ട് പിന്നെ അവിടെ MRI ഒക്കെ എടുക്കാൻ പറഞ്ഞു. പിന്നെ പെട്ടെന്ന് നാട്ടിലേക്ക് വന്ന് പിന്നെ നമ്മളിവിടെ ഫസ്റ്റ് പെരിന്തൽമണ്ണയാണ് കാണിച്ചത്. അങ്ങനെ അവിടെ ഇപ്പോൾ 2 മാസമായി. ഇപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഇനി ഫുള്ളായിട്ടാണ്ട് റെഡി ആയിട്ടില്ല, 3 മാസമാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് റെഡി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇപ്പോൾ നമ്മൾ വരുന്ന ഒരു ഭാഗത്താണ് ഇത് കേട്ടോ, കുറ്റിപ്പുറം ആ ഭാഗം എത്താനേക്കണം. അപ്പോൾ അസ്തമയമൊക്കെ ആയി, 6 മണി ആ ഒരു ടൈമൊക്കെ ആയി. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. കൈ തരിപ്പ് അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ, അത് എന്താണെന്ന് അറിയില്ല. അതിന് അടുത്ത് ഒന്നും കൂടി ഇപ്പോൾ ന്യൂറോനെ കാണിക്കാൻ പെരിന്തൽമണ്ണ ഒന്നും കൂടി പോവാറായിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ഒന്നും കൂടി പറയണേ. പിന്നെ നമ്മൾ വേറെ ഡോക്ടറൊന്നും കാണിക്കാനാണ്, അവിടെ തന്നെ ഒന്ന് കാണിക്കണ്ടല്ലോ. അപ്പോൾ ആ ഡോക്ടറോട് തന്നെ വിവരം പറയാമെന്നുള്ളതിൽ അവിടെ ഒന്ന് കാണിക്കാമെന്നുള്ളതിലാണ്. പിന്നെ ഇപ്പോൾ ഇതിപ്പോൾ കോയമ്പത്തൂർ അരവിന്ദ് ഐ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ അനിയത്തിയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഏകദേശം ഹോസ്പിറ്റലിലൊക്കെ എത്താറായി. എത്ര പ്രാവശ്യം പോയാലും വഴി ഒന്ന് തെറ്റും അങ്ങോട്ട് പോകുമ്പോൾ കേട്ടോ. എത്ര നമ്മൾ വഴി തെറ്റിയ അങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ പോകുന്ന ഗൂഗിളിൽ ഇങ്ങനെ നമ്മൾ റൂട്ട് മാപ്പ് അടിച്ചിട്ട് അങ്ങനെയാണ് പോവുക. എന്നാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി തെറ്റി അങ്ങനെയൊക്കെ പോവും. ഇപ്പോൾ നമ്മൾ 3 തവണ പോയി, അപ്പോഴൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡ് മാറി അങ്ങനെ പോവാറുണ്ട്. ഇപ്പോൾ ഇതാ ഹോസ്പിറ്റലിലേക്ക് നമ്മളിങ്ങനെ കിടക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് രാവിലെ തന്നെ പോകട്ടെ, രാവിലെ ഒരു സുബഹി നിസ്കാരം കഴിയുന്ന ആ ഒരു അതിൻ്റെ മുന്നായിട്ട് തന്നെ 4 മണിക്ക് ചില ദിവസങ്ങൾ നിസ്കരിച്ചിട്ട് അങ്ങനെ പോവും, ഇല്ലെങ്കിൽ വഴിയിൽ നിന്ന് അങ്ങനെ നിസ്കരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഹോസ്പിറ്റലിൽ എത്തിയാൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കാണിക്കും. പിന്നെ കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരം വൈകി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടെസ്റ്റിനൊക്കെ ചെയ്യാനൊക്കെ നേരം വൈകി പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഈ ഒരു കാർഡാണ് അവിടെ ഉള്ളത് കേട്ടോ. ഈ ഒരു കാർഡ് നമ്മൾ അവിടെ ചെന്നാൽ ഫസ്റ്റ് പോണവർ വേറൊരു ഭാഗത്തു നിന്നാണ് ടോക്കനും ഇതൊക്കെ കാർഡൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ അതിനോട് ആധാർ കാർഡൊക്കെ നമ്മൾ കൊണ്ടുപോകണം ഫസ്റ്റ് പോകുമ്പോൾ. 2ാമത്തെ പ്രാവശ്യം അതൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഫസ്റ്റ് പോണവർ ആദ്യം കാണിച്ച റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുപോകണം. ഇപ്പോൾ നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ചതിന് ശേഷം
പിന്നെ അവിടുന്ന് ഒരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണിൻ്റെ MRI ആണ് കേട്ടോ എടുക്കാനുള്ളത്. അപ്പോൾ അവിടുന്ന് നമ്മളെ എല്ലായിടത്തേക്കും നമ്മൾ പോകുമല്ലോ, അവിടെ ഒരു സിസ്റ്റർ, നമ്മളെ ഡോക്ടർ നോക്കണ അവിടെ തന്നെ സിസ്റ്റർമാരുണ്ടാവും. അവർ നമ്മളെ ഓരോ ഭാഗങ്ങളിൽ കൊണ്ടുപോയിരുത്തും. ഇവിടെ ഇരിക്കും, ഇവിടെ വെയിറ്റ് ചെയ്യും, പിന്നെ നിങ്ങളെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ പേര് വിളിച്ചാൽ നമ്മൾ അങ്ങോട്ട് കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ആ സ്കാനിങ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇക്കാനെ അങ്ങോട്ട് വിളിച്ചിട്ട് കുറേ ടൈം കഴിഞ്ഞിട്ടാണ് പിന്നെ ആ സ്കാനിങ് കഴിഞ്ഞിട്ട് വന്നത് കേട്ടോ. MRI കഴിഞ്ഞിട്ട് വന്നത്. ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സ്കാനിങ്ങിന്. ഈ അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമാണ് ഇത്രയേറെ കണ്ണിനൊക്കെ ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ടാവുമെന്നുള്ളത് നമ്മൾ അറിയുന്നത്. ഇത്ര കുഞ്ഞു കുട്ടികളെ വരെ അവിടെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം ആ റിപ്പോർട്ട് വേറൊരു ഡോക്ടറെ കാണിച്ചിട്ട് നമ്മളെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന്, ഇതിപ്പോൾ ഒരു ഡോക്ടറാണ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു ഡോക്ടറും കുറേ നേരം ടെസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് എന്താണ്, ഒരു കണ്ണ് മേലെ, ഒരു കണ്ണ് കുറച്ച് താഴേക്ക് ആയിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ അത് ഈ ഒരു ഞരമ്പിൻ്റെ പ്രശ്നം തന്നെയാണ് എന്നാണ് അവിടുന്ന് പറഞ്ഞത്. സ്കാനിങ്ങിൽ അങ്ങനെയാണ് കാണുന്നത്, ഞരമ്പിന് ബ്ലോക്ക് വന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവരും റെഡി ആവുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾക്ക് നല്ല വിശന്നിരുന്നു. നമ്മളൊന്നും ഇങ്ങനെ രാവിലെ പോകുമ്പോൾ കൂടുതലൊന്നും അങ്ങനെ കഴിക്കാൻ നിൽക്കും. എന്തെങ്കിലും ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി അങ്ങനെ വണ്ടിയിൽ വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. എന്തെങ്കിലും പഴം പുഴുങ്ങി അങ്ങനെയൊക്കെ. പിന്നെ പോണ വഴിയിലൊക്കെ അവിടെ നിന്നൊക്കെ ചായ അങ്ങനെയൊക്കെ കുടിക്കും. എന്തെങ്കിലും കൂടുതലായിട്ട് അങ്ങനെ ഒന്നും കഴിക്കാൻ നിൽക്കില്ല. പിന്നെ നല്ല നമ്മളിങ്ങനെ അതിനൊക്കെ നിന്നാൽ നേരം വൈകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. ക്യാൻറ്റീനിൽ പോയാൽ പിന്നെ നമ്മൾ കഴിക്കാനിരുന്നതിന് നമ്മളെ ഡോക്ടർ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അറിയില്ലല്ലോ. നമ്മളൊപ്പം വരുന്നവരൊക്കെ നിങ്ങൾ പോയി കഴിച്ചോളി എന്നിട്ട് അവരങ്ങനെ കഴിക്കാറാണ്. പിന്നെ എന്താ, ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഓരോ ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. എത്ര പോരൊരാളാണ് അവിടെ. ഒരു അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ നമ്മൾ പോയാൽ നമ്മൾ മലയാളീസും കുറേ ഉണ്ടാവും കേട്ടോ. പല നാട്ടിലും. പിന്നെ സിസ്റ്റർമാരൊക്കെ നല്ല സഹകരണമാണ്, നല്ല സപ്പോർട്ടാണ്. അവരൊക്കെ എന്തുണ്ടെങ്കിലും നമ്മൾക്ക് പറഞ്ഞു തരും, ചെയ്യും, ഒക്കെ ചെയ്യും. ഇപ്പോൾ ഇവിടെ ആ ടെസ്റ്റുകളും വേറെ ഡോക്ടർമാരിപ്പോൾ ഒരു 3-4 ഡോക്ടർമാരെ കണ്ടിട്ട്, അന്ന് 5 ഡോക്ടറെ കണ്ടിരുന്ന ഒരുപാട് ടെസ്റ്റുകളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ഡോക്ടറെയും കൂടി കണ്ടതാണത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ ഇത് തന്നെയാണ്, ഇപ്പോൾ ഓപ്പറേഷൻ സർജറി ഇപ്പോൾ ചെയ്യണ്ട, 6 മാസം വരെ നോക്കിയിട്ട് 6 മാസത്തിൻ്റെ ഉള്ളിൽ റെഡി ആയിട്ടില്ലെങ്കിൽ സർജറി ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടുന്ന് പറഞ്ഞ ഇത് തന്നെയാണ്. പിന്നെ അവിടുന്ന് മരുന്ന് അതൊക്കെ ഉണ്ട്. കണ്ണിൽ ഉറ്റിക്കാൻ തുള്ളി മരുന്ന് അങ്ങനത്തെ ഐ ഡ്രോപ്സ് അതൊന്നുമില്ല കേട്ടോ. ഗുളിക തന്നെയാണ് കഴിക്കാനുള്ളത്. പിന്നെ പെരിന്തൽമണ്ണെന്ന് കഴിക്കണ അതും കഴിക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വിശന്നപ്പോൾ അവിടെ ക്യാൻറ്റീനിൽ നിന്ന് നല്ല ചോറ്, നല്ല എന്താ സാമ്പാറും രസവും അങ്ങനെയൊക്കെ ഉപ്പേരിയും പപ്പടവും ഒക്കെ ആയിട്ട് നല്ല ചോറൊക്കെ കഴിച്ച് അവിടെ നിന്ന് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വണ്ടി പാർക്കിങ് കുറച്ച് ദൂരമായിരുന്നു. ഹോസ്പിറ്റലിൽ പാർക്കിംഗ് ഇല്ല, ഹോസ്പിറ്റലിൻ്റെ കുറച്ച് അപ്പുറത്താണ് പാർക്കിംഗ് ഉള്ളത്. അപ്പോൾ വണ്ടി അവിടെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ വണ്ടീൻ്റെ അടുത്തൊക്കെ നമ്മൾ നടക്കുകയാണ്. പിന്നെ അനിയത്തി ഉണ്ടായിരുന്നു, പിന്നെ ജെസ്സിയാണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ട്സുകൾ അവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയത്. അപ്പോൾ അവർ വണ്ടിയിലിരിക്കട്ടെ. പിന്നെ നമ്മൾ 3 ഡോക്ടറെ അടുത്ത് ഉണ്ടായിരുന്നത്, ഞാനും ജെസ്സിയും ഇക്കയും കൂടിയാണ്. അപ്പോൾ ഡോക്ടറെ കാണിച്ച് ഇപ്പോൾ അവിടെ നിന്നൊക്കെ തിരിച്ച് പോകണം. ഇപ്പോൾ 2 മാസം കഴിഞ്ഞ് ഇപ്പോൾ നല്ല മാറ്റമുണ്ട്, മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ. അപ്പോൾ മരുന്നുകളൊക്കെ അങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഫ്രണ്ട്സുകൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മളെ ഫ്രണ്ട്സുകൾ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് ഇക്കാൻ്റെ വിവരങ്ങൾ. അപ്പോൾ അവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. എല്ലാവരും ദുആയിലും നമ്മളെ ഉൾപ്പെടുത്തണം കേട്ടോ.